നമസ്കാരം. ഈ കേരളീയവും ഈ രാജ എഴുന്നള്ളത്തും, അതായത് നവകേരള സദസ്സും ആ നവകേരള യാത്രയും LDFO CPMO മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയല്ല. അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഉപദേശകന്മാരും നിർദ്ദേശിച്ചതനുസരിച്ച് പെട്ടെന്ന് തീരുമാനിച്ച പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു പരിപാടികളും, കേരളീയവും ഈ രാജ സദസ്സും, ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പരിപാടിയുമല്ല. അത് സർക്കാർ പരിപാടിയാണ് എന്നത് തീർച്ചയാണ്. കാരണം സർക്കാർ പരിപാടി തന്നെയാണ് എന്ന് തന്നെയാണ് ഗവൺമെൻറ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ പരിപാടി എന്ന് പറയുന്നത് കൂടുതലും എല്ലാ പരിപാടികളും അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നടത്താൻ എന്നതാണ് ചട്ടം. അല്ലാതെയും നടത്താം, ആയിക്കോട്ടെ. അത് എന്താണെന്ന് ഞാൻ പറയാം. എന്തായാലും ഇത്തരം വലിയ പരിപാടികൾ, വലിയ ചിലവുള്ള പരിപാടികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു നമ്മുടെ ചട്ടമനുസരിച്ച് വേണ്ടതാണ്. മാത്രമല്ല, ഒരു ജനകീയ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ പ്രതിബദ്ധതയുള്ള, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ കണക്ക് പറയാൻ ബാധ്യസ്ഥരാണ് എന്ന് അല്പമെങ്കിലും ബോധമുള്ള ഒരു ഗവൺമെൻറ്, ധാർമ്മിക ബോധമുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം ചെലവുകൾ നടത്താൻ എന്നതാണ് രീതി. അത് തന്നെയാണ് കീഴ്വഴക്കവും ചട്ടങ്ങളും അങ്ങനെ തന്നെയാണ്, പല ചട്ടങ്ങളും. എന്നാൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താതെ ചില പരിപാടികൾ സർക്കാരിന് നടത്താം എന്നതുമുണ്ട്. അത് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളല്ല, കേരളീയം പോലുള്ള ആഘോഷ പരിപാടികളല്ല, ഈ രാജ എഴുന്നള്ളത്ത് പോലുള്ള ഒരു ആഘോഷ പരിപാടിയല്ല. പകരം നമ്മുടെ പ്രളയം, അതുപോലെയുള്ള മറ്റ്, അല്ലെങ്കിൽ വരൾച്ച, അങ്ങനെയുള്ള, അതല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ, മറ്റേതെങ്കിലും അങ്ങനെ ഗുരുതരമായ കെടുതികൾ എന്തെങ്കിലും നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ കെടുതികളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ കെടുതികളിൽ നമ്മൾക്ക് മാറി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും കുറേ പണം മുടക്കാം. അങ്ങനെ സർക്കാർ പരിപാടിയായിട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്താം. എന്നാൽ ഈ 112 അനുച്ഛേദം അനുസരിച്ച്, ഭരണഘടനയുടെ 112 അനുച്ഛേദം അനുസരിച്ച് സർക്കാർ പരിപാടികളെല്ലാം തന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ കേരളീയവും ഈ രാജ സദസ്സും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തത്? ബോധപൂർവമാണ്, അല്ലാതെ നേരത്തെ തീരുമാനിക്കാത്തത് കൊണ്ടും അത് നേരത്തെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പേ ഉൾപ്പെടുത്താത്തത് കൊണ്ടും ഒന്നുമല്ല. അത് ബോധപൂർവമാണ്. കാരണം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് കണക്ക് വയ്ക്കണം, കൃത്യമായ കണക്ക് വയ്ക്കണം, അതിന് ആഡിറ്റ് ഉണ്ടാകണം, അതിന് AGയുടെ ആഡിറ്റും അതിനകത്ത് പരിഗണിക്കപ്പെടണം. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ കൗണ്ടബിളാണ്, ജനങ്ങൾക്കത് മനസ്സിലാക്കേണ്ടതാണ്, ജനങ്ങൾക്ക് മുന്നിൽ കണക്ക് വയ്ക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഈ കേരളീയത്തിലും അതുപോലെ ഈ രാജസദസ്സിലും ചിലവാക്കുന്ന പൈസയ്ക്ക് ഇപ്പോൾ ഒരിടത്തും കണക്ക് വയ്ക്കേണ്ടതില്ല. കാരണം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തന്ത്രപരമായാണ് അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താതെ പോകുന്നത്. മാത്രമല്ല, ഇതിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിർബന്ധപൂർവം പണം ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു ഈ ഗവൺമെൻറ്. ഇതും ഒരു ജനകീയ ഗവൺമെൻറ്, അതായത് പ്രത്യേകിച്ച് ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് വാചമടിക്കുന്ന ഒരു ഗവൺമെൻറ്, ഗ്രാമസ്വരാജിനെ കുറിച്ച് അതിശക്തമായിട്ട് വാദിച്ചു കൊണ്ടിരിക്കുന്ന, അത് വലിയ നടപ്പിലാക്കി, നമ്മൾ ഗ്രാമസ്വരാജ് നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞ് ജനകീയ ആസൂത്രണ പദ്ധതി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ ഇത്ര രൂപ ഈ രാജസദസ്സിന് നൽകണം, ഇത്ര രൂപ കേരളത്തിന് നൽകണം, അല്ലെങ്കിൽ ഇത്ര രൂപ പിരിച്ചോളണം, അല്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ എവിടെന്നെങ്കിലും പണം പിരിച്ച് എത്തിച്ചു കൊള്ളണം, ഇത്ര ആൾക്കാർ അവിടെ എത്തിച്ചു കൊള്ളണം എന്നൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിർബന്ധിപ്പിക്കുന്നതും ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ച് ഗ്രാമസ്വരാജിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഗവൺമെൻറ്റും ശരിയല്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതായത് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേരിട്ടത്? അത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണം വേണ്ട എന്നതുകൊണ്ടും ആ നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ ആവശ്യത്തിനും നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക, നടപ്പിലാക്കുക എന്ന ഗ്രാമസ്വരാജിൻ്റെ വളരെ നല്ല ഒരു വീക്ഷണത്തോടു കൂടിയുള്ളതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പക്ഷെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്വന്തം ചൊൽപ്പടിക്ക് കീഴിൽ നിർത്താനും അവരെ കൊണ്ട് പണം പിരിപ്പിക്കുകയും ആ പണം മുഴുവനും ഞങ്ങൾക്ക് തരിക, ഞങ്ങളുടെ ധൂർത്ത് പരിപാടികൾക്ക് നൽകുക എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് എന്നു കാണാം.